Hello friends, welcome again to Eng-lane English classroom. Friends, today we are discussing the poem Mother to Son, the last poem in 10th grade English reader. In today's class you will get all these things along with profile of Langston Hughes and a sample appreciation. Okay, let us start. We have discussed Ivanga, the story band, and Chekhov. I think you remember it. What was it about? It is a story of a boy who faced a lot of difficulties and was forced to leave his grandfather to work as an apprentice to a shoemaker in Moscow. You remember that? ഒരു കുട്ടിയുടെ കഥയാണ്. ആ കുട്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നുണ്ട്, നേടേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഏക കുടുംബാംഗമായ ഗ്രാൻഡ് ഫാദറിനെ വിട്ടിട്ട് വളരെ വിദൂരമായ മോസ്കോയിൽ ഷൂമേക്കർ എടുത്ത് പണി പഠിക്കാൻ വേണ്ടി പോകാൻ നിർബന്ധിതനായ ഒരു കുട്ടിയുടെ കഥയാണ്. നമുക്കതറിയാം. ഇവിടെ ചെറിയ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഡിഡ് ഇവാങ്ക ഗെറ്റ് ദ ലവ് ആൻഡ് അഫെക്ഷൻ ഓഫ് ഹിസ് മദർ? അമ്മൻ്റെ ലവ് അഫെക്ഷൻ പൂർണ്ണമായിട്ട് കിട്ടിയിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റോൾ ഓഫ് എ മദർ ഇൻ എ ഫാമിലി? എന്താണ് കുടുംബത്തിലെ അമ്മൻ്റെ പങ്ക് എന്താണ്? How can she give love, care and advice for children? എങ്ങനെയാണ് ഒരമ്മ കുട്ടികൾക്ക് കരുതലും അതുപോലെ തന്നെ സ്നേഹവും അതുപോലെ ഉപദേശമൊക്കെ കൊടുക്കൽ എങ്ങനെയാണ്? അത് വലിയ റോളുണ്ടോ ഒരു കുട്ടിയുടെ വളർച്ചയിൽ? വാട്ട് ഇസ് എ മദർ അഡ്വൈസ് ഹെർ സൺ? എന്തായിരിക്കും ഉപദേശിക്കുക? ഹൗ ക്യാൻ എ മദർ ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഇൻ ഹെർ സൺ? എങ്ങനെയാണ് കോൺഫിഡൻസ് ഇട്ട് കൊടുക്കാൻ കഴിയുക ഒരമ്മക്ക്? യു നോ ആ പോയം ഈസ് യൂണിറ്റീസ് the ray of hope. How can a mother instill hope in her son? എങ്ങനെയാണ് പ്രതീക്ഷ ഇട്ട് കൊടുക്കാൻ കഴിയുക? നമുക്കതൊക്കെ കാണാം. we can learn a poem. Do you know that poem's name? That is Mother to Son. It is written by Langston Hughes, and let us know something about Langston Hughes. കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക് പോയറ്റിനെ കുറിച്ച്. This is Langston Hughes. James Mercer Langston Hughes was an American poet, social activist, novelist, playwright and columnist from Joplin, Missouri. He is one of the earliest innovators of the literary art form called jazz poetry. ഇതൊക്കെ അഫ്രോ-അമേരിക്കനുമായിട്ട് ബന്ധമുള്ള ഒരു രീതിയാണ്, ഒരു പ്രത്യേകമായ പദ്ധതിയിലൊരു മ്യൂസിക്കലൊരു ശൈലിയാണ്. Hughes is best known as a leader of the Harlem Renaissance, montage of a dream deferred, Negro speaks of rivers, let America be America again, etc. are some of his non-works. കുറച്ച് കാര്യങ്ങൾ നമുക്കതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ചെയ്യും. ഓക്കെ, റൈറ്റ്. യെസ്. നൗ ഇവിടെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ പാഠത്തിൻ്റെ പേര് നമുക്കറിയാം, മദർ ടു സൺ എന്നാണ്. ദെൻ വാട്ട് മേ ബി ദ തീം ഓഫ് ദ പോയം? എന്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തീം? ആ പേര് നമുക്കെന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഹു ഇസ് ദ മദർ ഹിയർ? ആരാവും നമ്മുടെ അമ്മ? ഹു ഇസ് ദ സൺ? ആരാണ് മകൻ? ആരായിരിക്കും? വേർ ഡു ദ ലിവ്? അവർ എവിടുത്തുകാരായിരിക്കും അവർ? വാട്ട് എൽസ് ഡു യു ഗസ് അബൌട്ട് ദം? അവരെക്കുറിച്ചുള്ള അവരെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? വാട്ട് ഡസ് ഷീ ടെൽ ഹിം? എന്തൊക്കെയായിരിക്കും മോനോട് പറയുന്നുണ്ടാവുക? ഡിയേഴ്സ്, ലെറ്റ് us see all these things. Go through the following poem, Mother to Son by Langston Hughes. നമുക്ക് വായിച്ചു നോക്കാം. ഈ കാര്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ അറിയാനും പഠിക്കാനും പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, നൗ ലെറ്റ് us see the poem. Right? Mother to Son, Langston Hughes. Shall we read it together? Well, son, I'll tell you, life for me and me no crystal stair. It had tacks in it and splinters and boards torn up, and places with no carpet on the floor bare. But all the time I've been climbing on, and reaching landings, and turning corners, and sometimes going in the dark where there ain't me no light. So boy, don't you turn back, don't you sit down on the steps, 'cause you find it is kinda hard. Don't you fall now, for I'll still going, honey, I'll still climbing, a life for me and me no crystal stair. Right? Yes.
a short poem but very meaningful and relevant poem, right? Here you try to answer these questions. Who is the speaker here and who is spoken to? You know, here mother is a speaker and she is speaking to her son. Pick out the lines that show life is not easy for the narrator. നമുക്ക് തുടങ്ങുന്ന വരെയും നമുക്കറിയാം, ലൈഫ് ഐ മീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. അത് കാണിക്കുന്നത് ജീവിതം അവർക്ക് അത്ര സുഖകരമായിരുന്നില്ല സംസാരിക്കുന്ന ആൾക്കെന്നാണ്. ഡു യു ഫീൽ ദ സ്പീക്കർ ഈസ് കറേജിയസ്? അവർ തൻ്റെ ഇടമുള്ള ആളാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിക്ക് ഔട്ട് ദ ലൈൻ ദാറ്റ് സപ്പോർട്ട് യുവർ ആൻസർ. യെസ് ഓർ നോ? നിങ്ങൾ യുക്തം പോലെ പറയാം, ബാക്കി വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയാം. വാട്ട് അഡ്വൈസ് ഡസ് ദ സ്പീക്കർ ഗീവ്? അവസാനം എന്ത് അഡ്വൈസാണ് കൊടുക്കുന്നതൊക്കെ നേരെയുള്ള ചോദ്യങ്ങളാട്ടോ. പിക്ക് ഔട്ട് ദ റെലവൻറ്റ് ലൈൻസ് ഫ്രം ദ പോയം. അതിൽ കണ്ടിട്ടുണ്ടാവും 2-3 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്, നമുക്കറിയാം. ഇതൊക്കെ ശ്രമിച്ചു നോക്കുക. നമ്മൾ പറയുമ്പോൾ വിശദമായിട്ട് പറയുമ്പോൾ അത് വളരെ ക്ലിയർ ആവും. ഹൗ ഡസ് എ സ്പീക്കർ ഇൻസ്പയർ ദം സൺ? എങ്ങനെയാണ് മകനെ ഇൻസ്പയർ ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ശരാശരി അമ്മ ഒരു കുട്ടിയോട് പറയുക, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കത് കിട്ടിയിട്ടില്ല, പക്ഷേ നീ ചെയ്യണം എന്നാണ്. അപ്പോൾ കുട്ടി ചിന്തിക്കുക, എൻ്റെ അമ്മൻ്റെ പാരമ്പര്യം അതല്ല, അത് പോരെ എന്നുള്ളതാണ് കുട്ടി ചിന്തിക്കുക. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മോന് പഠിക്കണം, ഇങ്ങനെയല്ല പറയേണ്ടത്. ഈ അമ്മ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ ചെയ്യണം എന്നാണ്. ആ രീതിയിലാണ് വളരെ വിശദമായിട്ട് അത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യും. ജസ്റ്റ് ധാരണ ഉണ്ടാക്കാനായി ചോദ്യങ്ങൾ ചോദിച്ചത്. ചെറിയൊരു ഇൻട്രഡക്ഷൻ നോക്കണേ. മദർ ടു സൺ ബൈ ജെയിംസ് മേഴ്സർ ലാങ്സ്റ്റൺ ഹ്യൂസ്, an American black poet, is a monologue written in the Afro-American dialect. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു മോണലോഗാണ്. മോണലോഗ് എന്ന് പറയാൻ അമ്മയാണ് സംസാരിക്കുന്നത്, മകൻ സംസാരിക്കുന്ന ലിസണർ സാന്നിധ്യം നമുക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇത് എഴുതിയത് ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിലാണ്. അതിലെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലതും നമ്മൾ കാണുന്ന സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അല്ല. ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷയാണ്. ദ സ്പീക്കർ ഈസ് മദർ ആൻഡ് ഷി അഡ്രസ്സസ് ഹെർ സൺ. സംസാരിക്കുന്നത് അമ്മയാണ്, മകനോടാണ് സംസാരിക്കുന്നത്. ഷീ അഡ്വൈസസ് എ സൺ നോട്ട് ടു സക്കംബ് ടു ദ tyranny ഓഫ് ദ വൈറ്റ് ആൻഡ്, അതായത് വെള്ളക്കാരുടെ ആ ഒരു അഹംഭാവത്തിനോട് അല്ലെങ്കിൽ ആ ഒരു ധിക്കാരത്തോട് രാജിയാവരുത്, അല്ലെങ്കിൽ അതിന് അടിമപ്പെടരുത് എന്നാണ് എന്ത് ചെയ്യുന്നത് അവർ പറഞ്ഞു കൊടുക്കുന്നത്. ഫേസ് ദ ചാലഞ്ച് ബോൾഡ്ലി. എല്ലാ വെല്ലുവിളികളെയും തൻ്റെ ഇടത്തോടു കൂടി എന്ത് ചെയ്യണം, നേരിടണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് അന്നത്തെ നിലനിൽക്കുന്ന സിസ്റ്റം, വെള്ളക്കാരുടെ അവരുടെ ആ ഒരു മേൽക്കോയ്മ, അതിനെന്ത് ചെയ്യരുത്, വഴങ്ങരുത് എന്നുള്ളതാണ്. ഇറ്റ് കൺവേസ് ദ ഐഡിയ ഓഫ് ഹോപ്പ്. അതാണ് നമുക്കിവിടെ ഏറ്റവും പ്രധാനം. അത് ഒരു പ്രതീക്ഷ എന്നുള്ളൊരു കാര്യമാണ് അത് കൺവേ ചെയ്യുന്നത്. റെഡി? നമ്മൾ പാഠത്തിൻ്റെ യൂണിറ്റിൻ്റെ തീം അതാണ്, നിങ്ങൾക്ക് അതറിയും. ഓക്കെ, വി ഹാവ് ഗോട്ട് സം. ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ലെറ്റ് us know more about it. We can read the all the stanzas together. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കണം. ഇൻട്രഡക്ഷൻ എഴുതിയെടുക്കും മക്കളെ, എഴുതിയെടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ചെറിയൊരു ഇൻട്രഡക്ഷനാണ്. റൈറ്റ്? അത് എന്ത് സൈസ് കവിത അതിലുണ്ട്, ആ കവിതയുടെ ഭാഷൻ്റെ പ്രത്യേകത ഉണ്ട്, അതുപോലെ തന്നെ ആരാ സ്പീക്കർ, ആരോട് അത് പറയുന്നതൊക്കെ വളരെ പ്രധാനമാണ്. അതിൻ്റെ ചെറിയ തീം ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി അല്ലേ? ഓക്കെ, now please read this poem silently. ശ്രദ്ധിച്ച് വായിക്കണേ. Right, now there are 9 questions, scaffolding questions. Now let us try to answer them. First question is, who is the speaker in the poem? Do you feel the presence of a listener? How എന്നാണ്. How does the expression no crystal stair mean? What does the expression no crystal stair mean? Was life easy for the narrator? Pick out evidence from this stanza to support your answer. The first stanza ends with the word bear. What does the speaker mean by the word bear? When life becomes challenging, does the speaker give up? How do you know? What do the phrases turning corners and set down on the steps mean? The speaker speaks of the dark times. What does the poet refer to here? What advice does the speaker give? Pick out the 11 lines from the poem. With what message does the poem end? മക്കൾ നല്ലോണം വായിച്ച് മനസ്സിലാക്കി അറിയണ മാതിരി ഉത്തരം എഴുതണം കേട്ടോ. പോസ് ചെയ്ത് ചെയ്യുമല്ലോ, ചെയ്യണേ, കാത്തിക്കുന്നില്ലേ, പോസ് ചെയ്ത് ചെയ്യണേ. എന്നിട്ട് നമുക്ക് ഉത്തരങ്ങൾ കാണാൻ ശേഷം ഈ ഭാഗം കാണേണ്ടത്. ചോദ്യം എന്താ? ഒന്നാമത്തെ, ഹു ഇസ് ദ സ്പീക്കർ ഇൻ ദ, ആരാണ് ഇവിടെ സ്പീക്കർ? ഇവിടെ ഒരു
ലിസണറുടെ ശ്രോതാവിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയെന്നാണ്. മദറാണ് സ്പീക്കർ ഫീൽ ചെയ്യുന്നത്. കാരണം ഷീ അഡ്രസ്സസ് ഹെർ സൺ. സണ്ണിനെ അഡ്രസ്സ് അപ്പോൾ ഒരാളുണ്ടെന്ന് തോന്നും. അത് ഹൗ എന്നുള്ളതിൻ്റെ ഉത്തരവായിട്ട് ഷീ അഡ്രസ്സസ് ഹെർ സൺ. പിന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ലൈഫ് അതിൻ്റെ പിന്നെ ഫസ്റ്റ് നമ്മൾ കവിത തുടങ്ങുന്നിടത്ത് തന്നെ മകനെ അഭിസംബോധന ചെയ്യുന്ന മാതിരി മൈ സൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരാളുണ്ട്, ലിസണർ ഉണ്ട് നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ മീൻ? എന്താ നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ദി എക്സ്പ്രഷൻ സജസ്റ്റ് ദാറ്റ് ലൈഫ് ഈസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ. ലൈഫ് ക്രിസ്റ്റൽ സ്റ്റെയർ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ലൈഫ് ക്രിസ്റ്റൽ സ്റ്റെയർ അല്ല എന്നതുകൊണ്ട് അതെന്താണെന്നുള്ളത് നമുക്കറിയാം. നോട്ട് എ ഈസി വേ എന്നുള്ള ഒരു സെൻസാണ്. നമുക്ക് കൃത്യമായിട്ട് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. വാസ് ലൈഫ് ഈസി ഫോർ ദ നറേറ്റർ? ഈസി ആയിരുന്നു അവർക്ക് ജീവിതം. പിക്ക് ഔട്ട് ദ എവിഡൻസ് ഫ്രം ദി സ്റ്റാൻസർ ടു സപ്പോർട്ട് യുവർ ആൻസർ. ലൈൻ എടുത്തിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണേ. നോ, ഇറ്റ്സ് ഹാഡ് ടാക്സ് ഇൻ ഇറ്റ് ആൻഡ് സ്പ്ലിൻഡേഴ്സ് ആൻഡ് ബോർഡ്സ് ടോൺ അപ്പ്. ഈ വരിയാണ് അങ്ങനെ ഈസി അല്ല എന്ന് കാണിക്കുന്നത്. ദ ഫസ്റ്റ് സ്റ്റാൻസ എൻഡ്സ് വിത്ത് ദ വേർഡ് ബെയർ. എന്താണ് ബെയർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. ബെയർ സജസ്റ്റ് സ്കാൻഡ് ഫർണിഷിങ്. ശ്രദ്ധിക്കണേ, ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ ലാക്ക് ഓഫ് ഫർണിഷിംഗ് ആണ്. അതേ സമയത്ത് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരമ്മയുടെ ജീവിതമാണെങ്കിൽ വളരെ തീവ്രമായ ദാരിദ്ര്യമാണ്, അറിയാലോ. ദെൻ വെൻ ലൈഫ് ബിക്കംസ് ചാലഞ്ചിങ് ഡസ് എ സ്പീക്കർ ഗിവ് അപ്പ്? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഉപേക്ഷിച്ച് പോകുന്നുണ്ടോ? എങ്ങനെ നിങ്ങൾക്കറിയാം? നോ, മദർ റിപ്പീറ്റ്സ് ബട്ട് ഓൾ ദ ടൈം ഐ ഹസ് ബീൻ ക്ലൈമ്പിങ് ഓൺ. അവർ പറയുന്നുണ്ട് എപ്പോഴും ഞാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വാട്ട് ഡു ഫ്രേസസ് ടേണിംഗ് കോർണേഴ്സ് ആൻഡ് സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ് മീൻ? എന്താ അത് രണ്ടും കാണിക്കുന്നത്? ടേണിംഗ് കോർണേഴ്സ് റെപ്രസെൻറ്റ് മൊമെൻറ്റ്സ് വെൻ ലൈഫ് ടേക്സ് എ ഡിഫറെൻറ്റ് ടേൺ. ഒരു വ്യത്യസ്തമായൊരു വഴിത്തിരിവ് ഉണ്ടാകുന്ന നിമിഷങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ് സജസ്റ്റ് ദാറ്റ് ഹി ഷുഡ് നോട്ട് ഗിവ് അപ്പ് ഈവൻ ഇഫ് ഹി ഫൈൻഡ്സ് ലൈഫ് ഡിഫിക്കൽട്ട്. പ്രയാസങ്ങൾ പിന്നെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായാലും എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത് എന്നാണ് കാണിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഹി ഹാഡ് ടു ഫേസ് ദ ചാലഞ്ച്. എന്ത് പേഴ്സണിൻ്റെ വെല്ലുവിളിൻ്റെ നേരിടണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഡി അല്ലേ? സ്പീക്കർ സ്പീക്സ് ഓഫ് ഡാർക്ക് ടൈം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഡാർക്ക് ടൈംസ് ദ വെരി ഡിഫിക്കൽട്ട് മൊമെൻറ്റ്സ് ഓഫ് ടൈം വെൻ എവറിത്തിങ് സീംഡ് ബിഗ്. ഒന്നും എല്ലാം വ്യക്തമാകുന്ന എല്ലാം മങ്ങിപ്പോകുന്നൊരു അവസ്ഥയാണത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. ഷീ ഡിഡ് നോട്ട് നോ ഹൗ ടു ഹെൽപ്പ് ഹെർ സെൽഫ്. സ്വന്തം എന്താ ചെയ്യാന്ന് അറിയാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് അഡ്വൈസ് ഡസ് ദ സ്പീക്കർ ഗീവ്? എന്ത് ഉപദേശം നൽകി നമ്മൾ ചർച്ച ചെയ്തു. ഷീ അഡ്വൈസസ് ഹെർ സൺ നോട്ട് ടു ഗിവ് അപ്പ് ഓർ സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ് ഈവൻ ഇഫ് ഹി ഫൈൻഡ്സ് ദ ഗോയിങ് ഡിഫിക്കൽട്ട്. മുന്നോട്ട് പോകൽ ബുദ്ധിമുട്ടാണ് തോന്നിയാലും ഒരിക്കലും എന്ത് ചെയ്യരുത്, മുന്നോട്ടുള്ള യാത്ര നിർത്തുകയോ അതുപോലെ സ്റ്റെപ്പിൽ ഇരുന്ന് പോവുകയോ ചെയ്യരുതെന്നാണ്. ഷി വാണ്ട്സ് ഹിം ടു ലേൺ ഫ്രം എ പെർസീവിയറൻസ്. അവരുടെ സ്ഥിരോത്സാഹത്തിൽ നിന്ന് പഠിക്കാനാണ് അവർ പറയുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നത് നീ ചെയ്യണം, അങ്ങനെയാണ് പറയുന്നത്. വിത്ത് വാട്ട് മെസ്സേജ് ഡസ് ദ പോയിമെൻറ്റ്? എന്താ മെസ്സേജ് എന്താണ്? ദ പോയറ്റ് വിഷസ് ടു ഇമ്പാർട്ട് ദ മെസ്സേജ് ദാറ്റ് one has to display steady persistence to go up the stairway of life. ജീവിതത്തെ മുന്നോട്ട് പോകണമെങ്കിൽ സ്ഥിരോത്സാഹം ഉണ്ടാകണമെന്നാണ് കാണിക്കുന്നത്. Don't ever think of giving up even if obstacles are harsh. എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നാണ്? ഒരിക്കലും അത് ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കരുത്. അതായത് മുന്നോട്ടുള്ള യാത്ര നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കരുത്. മൂവ് ഓൺ വിത്ത് പേഷ്യൻസ് ആൻഡ് റെസിലിയൻസ്. വളരെ ക്ഷമയോടും അതുപോലെ തന്നെ സ്ഥിരോത്സാഹത്തോടും ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് നീങ്ങണം എന്നാണ്. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. നൗ ലെറ്റ് us ഡിസ്കസ് ദ poem ഇൻ ഡീറ്റെയിൽ. ശ്രദ്ധിക്കണേ മക്കളെ, വാക്കുകൾ ശ്രദ്ധിക്കണം. ടാക്സ്, സ്പ്ലിൻഡേഴ്സ്. ടാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്മോൾ നെയിൽ വിത്ത് എ ഷാർപ്പ് പോയിന്റ്, എ ഫ്ലാറ്റ് ഹെഡ് എന്നാണ്. ഇതാണ് പിന്നെ ടാക്ക്. സ്പ്ലിൻഡർ എന്ന് പറഞ്ഞാൽ സ്മോൾ തിൻ ഷാർപ്പ് പീസ് ഓഫ് വുഡ്, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെയോ അല്ലെങ്കിൽ ലോഹത്തിൻ്റെയോ ഗ്ലാസിൻ്റെയോ ഒക്കെ ചെറിയ പൊട്ടിനാണ് എന്തെന്ന് പറയുക, സ്പ്ലിൻഡർ എന്ന് പറയാം. ഇത്രയും കാര്യം ഓടിയല്ലോ, ഓക്കെ ആണല്ലോ, ചർച്ച ചെയ്യാം. 4 വെൽ സൺ ഐ ടെൽ യു. വെൽ സൺ, മൈ സൺ ഐ ടെൽ യു. മോനെ മുത്തേ ഞാനോടൊരു കാര്യം പറയട്ടെ. എന്താണത്? ലൈഫ് ഫോർ മീ ain't been no crystal stair. ഫോർ മീ ലൈഫ് ഈസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ. എനിക്ക് ജീവിതം എന്തല്ല, ക്രിസ്റ്റൽ സ്റ്റെയർ അല്ല. നമ്മൾ പറഞ്ഞു ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്മൂത്തായ വളരെ എന്താ പറയുക പ്രയാസങ്ങളൊന്നുമില്ലാത്ത ലക്ഷോറിയസ് ആയൊരു ജീവിതമല്ല എൻ്റേത് എന്നാണ്. വളരെ ഈസി ആയൊരു ജീവിതമല്ല. ഇറ്റ്സ് ഹാഡ് ടാക്സ് ഇൻ ഇറ്റ്. അതിന്മേൽ ഏതുണ്ട്? ആണികളുണ്ട്. ആൻഡ് സ്പ്ലിൻഡേഴ്സ്.
അതിൽ നമ്മൾ പറഞ്ഞു കുപ്പിച്ചീളുകളുണ്ട്, അല്ലെങ്കിൽ വുഡിൻ്റെ ചീളുകളുണ്ട്. ആൻഡ് ബോർഡ് സ്റ്റോൺ അപ്പ്, അത് പല ഭാഗങ്ങളും അത് അടിച്ചുണ്ടാക്കിയ പലക, ഒരു കോണിണ്ടാക്കുന്ന പലക കൊണ്ടാണ്. പലകയൊക്കെ ദ്രവിച്ചിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്. ആൻഡ് പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ, തറയിൽ കാർപ്പറ്റ് ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കറിയാം, നമുക്കൊരു സുഖകരമായൊരു നടത്തത്തിന് വേണ്ടിയുള്ളതാണ് കാർപ്പറ്റ്, അതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ബെയർ, പല സ്ഥലത്തും. നഗ്ന എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഫർണിഷ് ചെയ്തിട്ടില്ല പല സ്ഥലങ്ങളിലും. അതല്ലെങ്കിൽ ഒരു ജീവിതം എന്ന നിലക്ക് എടുക്കുകയാണെങ്കിൽ അവർ വളരെ ദാരിദ്ര്യമാണ്, അതാണ് കാണിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയിൽ വന്ന് വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നോക്കാം. അപ്പം തന്നെ നമുക്ക് നോക്കാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ളത്. മദർ ടെൽസ് ഹർ സൺ ദാറ്റ് ലൈഫ് ഫോർ ഹെർ വാസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ. മനസ്സിലായല്ലോ. ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് ഹാഡ് സ്റ്റാക്സ് ആൻഡ് സ്പ്ലിൻഡേഴ്സ് ആൻഡ് ബോർഡ് സ്റ്റോൺ. അപ്പോൾ ക്ലിയർ ആണല്ലോ. എൻ്റെ അർത്ഥം ശ്രദ്ധിക്കണേ. ലൈഫ് വാസ് നോട്ട് ഈസി ഫോർ ഹെർ. The speaker uses a stairway metaphor to represent her life. A crystal stair represents an imaginary path of ease. ശ്രദ്ധിക്കണം കേട്ടോ, അത് എന്തിൻ്റെ സിമ്പലാണെന്നാണ് ക്രിസ്റ്റൽ സ്റ്റെയർ. The crystal makes the climb smooth and comfortable. Tags and splinters stand for difficulties. അതൊക്കെ സിമ്പലുകളാണ്, വിശദീകരിക്കുകയാണ്. The stairway had no carpet, which would also make walk easier on the feet. Life was not smooth. Sometimes it was bare. ബെയർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതാണ്. ഫോർ എ സ്റ്റേവേ എടുക്കുകയാണെങ്കിൽ ബെയർ സജസ്റ്റ് സ്കാൻഡ് ഫർണിഷിംഗ്, ബട്ട് മദേഴ്സ് ലൈഫ് ഇറ്റ് വുഡ് മീൻ ദ സ്റ്റാക്ക് പോവർട്ടി ദാറ്റ് ഷീ എക്സ്പീരിയൻസ്. ക്ലിയർ ആണല്ലോ മക്കളെ. അത് ബെയർ പിന്നെ ഷെയർ എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് ലാക്ക് ഓഫ് ഫർണിഷിംഗ് ആണ്. അതേ സമയത്ത് പിന്നെ ജീവിതം എന്ന തലത്തിൽ എടുക്കുകയാണെങ്കിൽ അത് പോവർട്ടിയാണ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. വെൽ സൺ, മോനെ ഞാനോട് കാര്യം പറയാം. ജീവിതം എനിക്ക് എന്തല്ല ക്രിസ്റ്റൽ സ്റ്റെയർ അല്ല എന്ന് പറഞ്ഞാൽ, ജീവിതം എനിക്ക് സ്മൂത്ത് അല്ല, അത്ര ഈസി അല്ല. പക്ഷേ അതിൽ ഒരുപാട് ടാക്സും സ്പ്ലിൻഡേഴ്സും ബോർഡ്സും ഒക്കെ ഒരേ ആശയമാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചില സമയത്ത് രൂക്ഷമായ ഏത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? നൗ I think you got it, dears. Now this is stair and you can see landings here, right? Okay. ഈ ബോർഡ് ഇത് അടിച്ചുണ്ടാക്കിയ സാധനമാണ് ബോർഡ്. ഈ സാധനമാണ് ബോർഡ്. അതൊക്കെ ദ്രവിച്ചിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. ഇതൊരു മോണലോഗാണ്, നമുക്കറിയാം. ഇവിടുത്തെ സ്പീക്കർ മദറാണ്, ലിസണർ മോഹനാണ്. ഇത് ഫ്രീ വേഴ്സിലാണ് എഴുതിയതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ ഏത് പറഞ്ഞിട്ടുണ്ട്, പോയട്രി പറഞ്ഞ ബ്ലാങ്ക് വേഴ്സാണുള്ളത്. ഇത് അതിനേക്കാൾ, അതായത് എൻ്റെ ഒരു പിന്നെ ലൈനുകൾ ഒരേ വലിപ്പമല്ല, റൈമിംഗ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനാണ് ഫ്രീ വേഴ്സ് എന്ന് പറയാം. നമുക്കറിയായിരിക്കും അത്. ഇത് ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിലാണ് എഴുതിയത്. ക്രിസ്റ്റൽ സ്റ്റെയർ എക്സ്റ്റെൻഡഡ് മെറ്റഫറാണ്. എന്താ വിശദമായിട്ട് നമ്മൾ പറയും. സ്റ്റെയർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫാണ്. ഇതിൻ്റെ തീം എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ മദർ ആൻഡ് ഹർ സൺ അഡ്വൈസിങ് ഹിം നോട്ട് ടു ഗിവ് അപ്പ്. കാണാതെ പഠിക്കണേ. ക്രിസ്റ്റൽ സ്റ്റെയർ ഉദ്ദേശിക്കുന്നത് ഇമാജിനറി പാത്ത് ഓഫ് ഈസ് ആണ്. അതേപോലെ ടാക്സ് ആൻഡ് സ്പ്ലിൻഡേഴ്സ് ഡിഫിക്കൽട്ടീസ് ആണ്. ലാൻഡിങ് ആൻഡ് ടേണിങ് കോർണേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പ്ലേസസ് ഓൺ ദ സ്റ്റെയർവേ റെപ്രസെൻറ്റ് റിയൽ അച്ചീവ്മെൻറ്റ്സ് ഷീ ഹാസ് മെയ്ഡ് ഇൻ ഹർ വിജിലൻ്റ് സ്ട്രഗിൾസ് ആണ്. പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കാൻ ഫർണിഷിംഗ് ആണ്, അല്ലെങ്കിൽ സ്റ്റാർക്ക് പോവർട്ടിയാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. മനസ്സിലായിട്ടുണ്ടാവും. നന്നായി പഠിക്കണേ. അതൊക്കെ എഴുതിയെടുക്കുമ്പോൾ നൗ നെക്സ്റ്റ് ലൈൻ. ഒറ്റ വാക്കതിൽ ലാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഒരു നിരപ്പുള്ള ലെവലായിട്ട് വരുന്ന ഭാഗമാണ് ഏത് ലാൻഡിങ്, നമുക്കറിയാം. സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു കോസ് ടു സിറ്റ് ഡൗൺ, ഇരിക്കാനുള്ള അർത്ഥമേ ഉള്ളൂ. റെഡി അല്ലേ? നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കണേ. ബട്ട് ഓൾ ദ ടൈം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഓൾവേസ് ഐസ് ബീൻ ക്ലൈംബിങ് ഓൺ. പക്ഷേ ഞാൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പലപ്പോഴും ഞാൻ ചില ലാൻഡിങ്ങിൽ എത്താറുണ്ട്. നോക്കണേ, അത് പോയിന്റ് ഓഫ് കംഫർട്ടാണ്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നേരിക്കുക ലാൻഡിങ്. കുറച്ചാണ് ചേരുമ്പോൾ എനിക്കതിൽ സന്തോഷം കിട്ടാറുണ്ട്. ആൻഡ് ടേണിങ് കോർണേഴ്സ്, ചിലപ്പോൾ മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ തിരിയേണ്ടി വരാറുണ്ട്. ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക്, ചിലപ്പോഴെല്ലാം വ്യക്തമാവാറുണ്ട്. ഒരു സാധനം കാണാൻ പറ്റാത്ത അവസ്ഥയിൽ, നോ ലൈറ്റ്, ഒന്നും കാണാത്ത രീതിയിലാവാറുണ്ട്. ഇതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. സോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞാൻ മുന്നോട്ട് പോവാറുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം, മോനെ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് സോ ബോയ് ഡോണ്ട് യു ടേൺ ബാക്ക്, നീ പിന്തിരിയരുത് മോനെ. ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്, നീ സ്റ്റെപ്പിലിരിക്കരുത്, പടിയിലിരിക്കരുത്. കോസ് യു ഫൈൻഡ് ഇറ്റ് ഈസ് കൈൻഡ് ഹാർഡ്. എന്താ കാരണം? ജീവിതം പലപ്പോഴും എങ്ങനെയാണ്, കഠിനമാണ്. അവിടെ കൈൻഡ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. തരം, ഒരു സൈസ് കാഠിന്യമുള്ളതാണുള്ള അർത്ഥമേ ഉള്ളൂ. കൈൻഡ് എന്നൊക്കെ അവിടുത്തെ ഭാഷയിൽ എഴുതി പറയുന്ന, നമ്മൾ പല നാടൻ ഭാഷകളെ ചില കാര്യം കൂട്ടിപ്പറയും, അങ്ങനെ പറയുന്നതാണ് കൈൻഡർ. ഡോണ്ട് യു ഫോൾ ഡൗൺ,
നീ താഴെ വീഴരുത്. ഫോർ ഐ സ്റ്റിൽ ഗോയിങ് ഓർ ഹണി, മോനെ മൊത്ത് ഞാൻ അല്ലെങ്കിൽ തേനെ ഞാനിപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കയറുന്നു, സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. ഐ സ്റ്റിൽ ക്ലൈമ്പിങ്, ഞാൻ കയറുന്നുണ്ട്. ലൈൻ ഫോർ മീ അതിൻ്റെ ബീനോ ക്രിസ്റ്റൽ സ്റ്റെയർ, റെഡിയാണല്ലോ. ജീവിതം എനിക്ക് അത്ര സുഖകരമായൊരു പാത അല്ല. റെഡിയല്ലേ മക്കളെ? ഇവിടെ കൃത്യമായിട്ട് ഓരോന്നും വായിക്കുമ്പോൾ അത് വളരെ റെഡി ആവും കേട്ടോ. മദർ സെസ് ഈവൻ ദോ ഹെർ ലൈഫ് ബിക്കംസ് ചാലഞ്ചിങ് ഷീ ഡസൻറ്റ് ഗിവ് അപ്പ്. ഒക്കെ ക്ലിയർ ആണല്ലോ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൾ ജീവിതം ഉപേക്ഷിക്കുന്നില്ല, യാത്ര ഉപേക്ഷിക്കുന്നില്ല. ഷീ ഹാഡ് ടു ട്രെഡ് ദ അൺസസ്പെക്ടിങ് ഡാർക്ക് പാച്ചസ് കറേജിയസ്ലി. നമുക്കറിയാം ബോട്ടോണപ്പൊക്കെ പിന്നെ ബോട്ട് സ്റ്റോണപ്പൊക്കെയുള്ള ആശയം കാണിക്കുന്നത്. പിന്നെ ഷീ ക്ലൈംസ് ഷീ റീച്ചസ് ലാൻഡിങ്സ് ആൻഡ് ടേൺ കോർണേഴ്സ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമല്ലോ. But there are twists and turns in her life. Landing and corners can be satisfying points she has reached in her life. അടുത്ത് പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കുന്ന സിമ്പിളാണ്. ടേണിംഗ് കോർണേഴ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്നാണ്. അതുപോലെ ഡാർക്ക് വേർ ദർ ഇസ് നോ ലൈറ്റ് മേ ബി വെരി ഡിഫിക്കൽട്ട് മൊമെൻറ്റ്സ് ഓഫ് ലൈഫ് വേർ എവറിത്തിങ് സീംഡ് ബ്ലീക്ക്. ഡാർക്ക് പോയിന്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഷീ ഡിഡ് നോട്ട് നോ ഹൗ ടു ഹെൽപ്പ് ഹെർ സെൽഫ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ പറയുന്നത്. ഗിവിംഗ് എക്സാമ്പിൾസ് ഓഫ് ഹർ ഓൺ പെർസീവിയറൻസ്, ഷീ അഡ്വൈസസ് എ സൺ നോട്ട് ടു ടേൺ ബാക്ക്, നോട്ട് ടു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ് ആൻഡ് നോട്ട് ടു ഫോൾ. ഷീ അഗെയിൻ റിമൈൻഡ്സ് ഹർ സൺ റിമൈൻഡ്സ് ഹർ ലൈഫ് ഈസ് നോട്ട് സ്മൂത്ത് ആൻഡ് ഈസി. ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്നാണ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ദെൻ she instills in her son the strength and courage, hope വിട്ടു കൊടുക്കുക ചെയ്യുന്നത്. She wants him to learn from her perseverance even though the advice is particularly to son has. ഒരു മകനോട് പറയുന്ന ഒരു ഉപദേശമാണെങ്കിലും ഇതിന് യഥാർത്ഥത്തിൽ ഒരു സാർവലൗകികമായൊരു അപ്പീലുണ്ട് അതിന്. അതെന്താണ്? വൺ ഹാസ് ടു ഡിസ്പ്ലേ സ്റ്റഡി പെർസിസ്റ്റൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എന്താ അതിൻ്റെ മെസ്സേജ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ആയാലോ, ഒക്കെ എഴുതിയെടുത്തിട്ട് നന്നായി പഠിക്കണേ. റൈറ്റ്? യെസ്. നൗ ടേണിംഗ് കോർണർ എന്താണെന്നാണ്. അതുപോലെ ഡോണ്ട് യു സെറ്റ് ഡൗണിൻ്റെ അർത്ഥമാണ്. ഡാർക്ക് ടൈംസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ മെസ്സേജ് എന്താണ്, എന്താണ് ഉപദേശിക്കുന്നത്. ഹൈസ് ബീങ് ക്ലൈമ്പിംഗ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്. വെർണാക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷ എന്നാണ്. എന്താ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. എന്താണ് ഐസ് ബീൻ എ ക്ലൈമ്പിംഗ് കൊണ്ട് ഉദാഹരണം എന്താണ്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇതൊക്കെ എഴുതിയെടുക്കണം. സിമ്പിളാണ്. റെഡിയല്ലേ? കുറേ നീട്ടി പറയുമ്പോൾ നേരം പിടിക്കുന്നതുകൊണ്ടാണ്. പ്രധാന ആശയങ്ങൾ വളരെ ചുരുക്കിയ ആശയങ്ങൾ എഴുതിയതാണ്. നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും, വളരെ ഈസിയാണ്. എഴുതിയെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. പോസ് ചെയ്ത് വായിച്ചു നോക്കണേ. റൈറ്റ്. ഇനി അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, വളരെ ഈസിയാണ്. നിങ്ങൾ തന്നെ വായിച്ചാൽ ഒറ്റ കിട്ടും. 10 ചോദ്യങ്ങളാണ് ആദ്യമുള്ളത്. ഇൻ ദ ഫസ്റ്റ് 7 lines എ സ്റ്റെയർവേ വിത്ത് ടാഗ്സ് ഇൻ ഇറ്റ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് ഈസ് ബീങ് കമ്പയർഡ് ടു. ഇവിടെ സ്പ്ലിൻറ്റേഴ്സും ടാഗ്സുള്ള സ്റ്റെയർവേ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തതെന്നാണ് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നോക്കി എഴുതുക വേണ്ടത്. ഇതിൽ ബോർഡ്സ് വിത്ത് ടാഗ്സ് ആൻഡ് സ്പ്ലിൻറ്റേഴ്സ് ആൻഡ് ബോർഡ്സ് ടോൺ അപ്പ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്നാണ് നോക്കിയിട്ട് എഴുതണേ. അത് ഇതിൽ 4 ശരി ഏതാണെന്ന് എഴുതിയാൽ മതി. നമുക്കറിയാം, സിമ്പിളാണ്. വാട്ട് ഇസ് റീച്ചിങ് ലാൻഡിങ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്. എന്താണ് ബെയർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടേണിംഗ് കോർണേഴ്സിൻ്റെ ഏറ്റവും യോജിച്ച അർത്ഥം ഏതെന്നാണ്. നിങ്ങൾ നോക്കിയിട്ട് ഏതാണ് ടെക്സ്റ്റ് ഉള്ളതാണ് ഇതൊക്കെ. വാട്ട്സ് ദ തീം ഓഫ് ദ പോയം, പോയത്തിൻ്റെ തീം എന്താണ്. ക്രിസ്റ്റൽ സ്റ്റെയർ മെറ്റഫറാണ്. വാട്ട് ഡു യു തിങ്ക്, വൈ ഡു യു തിങ്ക് ഹ്യൂസ് ഇസ് റെഫറിങ് ടു സ്റ്റെയർവേ ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ എന്ന വാക്ക് സ്റ്റെയറിന് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്. പിന്നെ ഇവിടെ സ്റ്റെയർവേ നല്ലൊരു പിന്നെ മെറ്റഫറാണ്, രൂപകാണ്. Why is stairway used as an appropriate metaphor to describe the wisdom? അതെന്തുകൊണ്ടാണ് അമ്മയുടെ വിസ്ഡം മകനിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചതെന്നാണ് കുറിച്ച് വിവരിക്കാൻ ഉപയോഗിച്ചതെന്നാണ്. നെക്സ്റ്റ്, ഈ മോൻ്റെ പ്രായം ഏതാണ്ട് ഏതാവും എന്നുള്ളതാണ് അടുത്തത്. പിന്നെ പ്രത്യേകമായ കൾച്ചറും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ ഏരിയയിലൊക്കെ നിലനിൽക്കുന്ന ഭാഷ എന്താണ് പറയാമെന്നാണ്. അപ്പോൾ ഒന്ന് ടെക്സ്റ്റ് നോക്കി നന്നായി ശ്രദ്ധിച്ചാൽ 10 ഉത്തരം ഒന്ന് എഴുതി വെക്കുക. അതിൽ തന്നെ ടിക്കിട്ടാൽ മതി, നമുക്കറിയാം. റെഡി? നൗ ലെറ്റ് us see the answers. ഫസ്റ്റ് വൺ, ഇവിടെ സ്റ്റെയർവേ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലൈഫാണ്. പിന്നെ ടാക്സ് ഓഫ് സ്പ്ലിൻറ്റേഴ്സുള്ള പിന്നെ ഏതെന്ന് പറഞ്ഞാൽ ബോർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് വിത്ത് മെനി ഡിഫിക്കൽട്ടീസ് ആൻഡ് ചാലഞ്ചസ് ആണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുള്ള ജീവിതമാണ്. അടുത്തത്
റീച്ചിങ് ലാൻഡിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫേസസ് ഇൻ ഹെർ ലൈഫ് ദാറ്റ് സീംഡ് മാജിക്കൽ ടു ഹെർ. നമ്മൾ പറഞ്ഞു സാറ്റിസ്ഫൈങ് പോയിന്റ്സ് ആണ്. വാട്ട് യു തിങ്ക് ദ വേർഡ് ബെയർ എന്തുകൊണ്ടാണ് അവിടെ ഉദ്ദേശിച്ചത്? ബെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു എംഫസൈസ് ഹൗ ഡിഫിക്കൽട്ട് ആൻഡ് ബെയർ ഓഫ് ലക്ഷറീസ് ദ മദേഴ്സ് ലൈഫ് ഹാഡ് ബീൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സൂട്ടബിൾ? ടേണിംഗ് കോർണേഴ്സിൻ്റെ ഏറ്റവും നല്ല മീനിങ് ഫേസസ് ഇൻ ഹെർ ലൈഫ് വെർ ഷീ ഫെൽറ്റ് ഷീ ഹാഡ് ഫെയിൽഡ്. അതാണ് ടേണിംഗ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലാൻഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റിൻ്റെ ഒരു സെൻസാണത്. തീം എന്താണ് പദ്യത്തിൻ്റെ? ഡോണ്ട് ഗിവ് അപ്പ്, റീച്ച് ഔട്ട് ടു ദ ഗോൾസ് യു ഹാവ് സെറ്റ് ഫോർ യുവർ സെൽഫ്. അറിയാലോ ക്രിസ്റ്റൽ സ്റ്റെയർ ഇത് എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ ക്രിസ്റ്റൽ എന്ന ഇത് ഉപയോഗിച്ചിട്ട് സ്റ്റെയറിനെ ക്വാളിഫൈ ചെയ്തതെന്നാണ്. ക്രിസ്റ്റൽസ് ബ്യൂട്ടിഫുൾ ആണ്, ബട്ട് ദേ ആർ ഓൾസോ ഫ്രാജൈൽ ആൻഡ് സ്ലിപ്പറി. അത് പെട്ടെന്ന് പൊട്ടും തെന്നിപ്പോവുകയും ചെയ്യും. അറിയാലോ. നെക്സ്റ്റ് വൺ ഈസ് എന്തുകൊണ്ടാണ് അമ്മ മകനോട് പിന്നെ അമ്മയുടെ എന്ത് കാണിക്കാനാ പിന്നെ why is the stairway used as an appropriate metaphor? എന്തുകൊണ്ടാണ് സ്റ്റെയർവേനെ നല്ലൊരു വളരെ യോജിച്ച രൂപകമായിട്ട് ഉപയോഗിച്ചത്? എന്തിന്? ടു ഡിസ്ക്രൈബ് ദ വിസ്റ്റം, പിന്നെ വിജ്ഞാനം വിവരിക്കാൻ. ദ മദർ ഇസ് ട്രൈങ് ടു ഇമ്പാർട്ട് ടു ഹെർ സൺ. അമ്മ മകന് പകർന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിജ്ഞാനത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തുകൊണ്ടാണ് സ്റ്റെയർവേ ഉപയോഗിച്ചത് എന്നാണ്. വൺ റിക്വയർസ് സ്റ്റഡി പെർസിസ്റ്റൻസ് ടു ഗോ അപ്പ് ആൻഡ് ഡൗൺ എ സ്റ്റെയർവേ. അതുകൊണ്ടാണ്. അതറിയാലോ. വാട്ട്സ് ദ മോസ്റ്റ് ലൈക്ലി ഏജ് ഓഫ് ദ സൺ? ടീനേജ് ആണ്. നമുക്കറിയാം കൗമാരപ്രായക്കാരനാണ്. എന്താണ് ഒരു പ്രാദേശികമായി ഉപയോഗിക്കുന്ന ഭാഷനെ പറയാം? ഡയലക്റ്റ് എന്നാ പറയാം, അല്ലെങ്കിൽ വെർണാക്കുലർ എന്നൊക്കെ പറയാം. അറിയാലോ. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. നൗ നെക്സ്റ്റ് വൺ ഈസ് ആദ്യത്തെ ആക്ടിവിറ്റിയാണ്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സിമ്പിൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ലൈഫ് ഫോർ മീ അതിൻ്റെ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്നുള്ള എക്സ്റ്റെൻഡഡ് മെറ്റഫറാണ്. ഇറ്റ് ഈസ് സീൻ ത്രൂ ഔട്ട് ദ പോയം. കവിതയിൽ ഒന്നായിട്ടുണ്ട്. ഡു യു തിങ്ക് ദ പോയം ക്യാൻ കൺവേ ദ റൈറ്റ് ഐഡിയ വിത്തൗട്ട് ദിസ് മെറ്റഫർ? ഈ മെറ്റഫർ ഇല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ ആ കവിതൻ്റെ ആശയം പിന്നെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇതുപോലെ എഴുതാം. എന്താ കാരണം? നോ, ദ ഹോൾ പോയം ഇസ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദ ഇമേജ്. എല്ലാ കവിത ഫുള്ള് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്രിസ്റ്റൽ സ്റ്റെയർ എന്നൊരു ഇമേജായിട്ട് ബന്ധപ്പെട്ടാണ്. അത് മെറ്റഫർ, അതുകൊണ്ടാണ് മെറ്റഫർ ആയത്, എക്സ്റ്റൻഡഡ് മെറ്റഫർ ആയത്. എക്സ്റ്റൻഡഡ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ മെറ്റഫർ നിങ്ങൾക്കറിയാം രണ്ട് കാര്യങ്ങൾ ഒന്നാണെന്ന രൂപത്തിൽ പറയുന്നതിനാണ് മെറ്റഫർ എന്ന് പറയാം. ഇനി എക്സ്റ്റൻഡഡ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു കവിത മൊത്തത്തിൽ അതല്ലെങ്കിൽ ഒരുപാട് ലൈനുകൾ ഒരേ ഇമേജിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുന്നതിനാണ് എന്തെന്ന് പറയുക? എക്സ്റ്റൻഡഡ് മെറ്റഫർ എന്ന് പറയും. ഈ കവിത ഫുള്ള് ആ സ്റ്റെയർവേയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ജാക്കബിൻ്റെ ലേറ്റർ ആവാം. ബിബ്ലിക്കൽ സ്റ്റോറിയിൽ സ്റ്റെയർവേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ഈക്വൽ റൈറ്റ്സും സ്റ്റാറ്റസും, അതായത് കറുത്ത ആളുകൾക്കും എന്ത് കിട്ടുക, ആഫ്രോ അമേരിക്കൻസിനും പിന്നെ എന്ത് കിട്ടുക എന്നുള്ളതാണ്. ഒരേപോലുള്ള അവകാശങ്ങളും സ്റ്റാറ്റസും പദവിയും കിട്ടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആശയം കിട്ടുള്ളൂ എന്നാണ്. ദാറ്റ് ഐ ഫീൽ യു ക്യാൻ ഹാവ് യുവർ ആൻസർ റൈറ്റ്. ക്ലിയർ ആണല്ലോ. എക്സ്റ്റൻഡഡ് മെറ്റഫർ മനസ്സിലായാലോ. ഒരു കവിതയിൽ മൊത്തത്തിൽ ഒന്നായിട്ട് ഉപയോഗിച്ച മെറ്റഫറിനെയാണ് എന്തെന്ന് പറയാം? ഒരു മെറ്റഫർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇമേജ് ഉപയോഗിച്ചിട്ട് ഒരു മെറ്റഫർ ഉപയോഗിച്ച കവിത ഒന്നായിട്ട് ആശയങ്ങൾ ഒന്നായിട്ട് അവതരിപ്പിക്കുന്നതിനെയാണ്. അല്ലെങ്കിൽ ഒരുപാട് ലൈൻ ഒന്നായിട്ട് ഒരേ മെറ്റഫർ വെച്ചിട്ട് പറയുമ്പോഴാണ് എക്സ്റ്റൻഡഡ് മെറ്റഫർ ആവുക. റെഡി അല്ലേ? നൗ പിന്നെ എന്താണ് ഇതിലെന്തൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എക്സ്റ്റൻഡഡ് മെറ്റഫർ ഉണ്ട്, ഡയലക്റ്റ് ഉണ്ട്, ഇമേജർ ഉണ്ട്. എന്തിനുള്ള? ടു കൺവേ ദ തീം ദാറ്റ് ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് വൺ ഹാസ് ടു വർക്ക് ഹാർഡ് ടു ബി പെർസിസ്റ്റന്റ് ടു ഫേസ് ചാലഞ്ചസ് ഓഫ് ലൈഫ്. സിമ്പിൾ ആണല്ലോ. ദ ടൈം എക്സ്റ്റൻഡഡ് മെറ്റഫർ റെഫേഴ്സ് ടു എന്താണ് എക്സ്റ്റൻഡഡ് മെറ്റഫർ എന്നാ ശ്രദ്ധിച്ചോളിട്ടോ? എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് ദാറ്റ് കണ്ടിന്യൂ ത്രൂ ഔട്ട് എ സീരീസ് ഓഫ് സെൻറ്റൻസ്. ഒരുപാട് വരികളിൽ അത് വരിക, ഒരു പാരഗ്രാഫിൽ ലൈൻ, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആണെങ്കിൽ കവിത അല്ല, ഒരു പ്രോസ് ആണെങ്കിൽ ഉദ്ദേശിച്ച് ഒരു കവിതയാകുമ്പം ഒരുപാട് ലൈനിൽ അത് വരിക. ഒരുപാട് ലൈനിൽ ഒരാശയത്തെ കാണിക്കാൻ വേണ്ടി രണ്ട് ഒരുപോലുള്ളതല്ലാത്ത കാര്യങ്ങളെ കമ്പയർ ചെയ്ത് പറയുന്നതാണ്. നമുക്കറിയാം അത്. ഇറ്റ് ഈസ് ഓഫൺ കംപ്രൈസ്ഡ് ഓഫ് മോർ ദാൻ വൺ സെൻറ്റൻസ്. ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ആവാം, ചിലപ്പം ഒരു പാരഗ്രാഫിൽ ഒന്നായിട്ടാവാം. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് സി ആക്ടിവിറ്റി 2. What literary elements does Langston Hughes use to convey a message in the poem Mother to Son? Consider the following. എന്തൊക്കെ അതിലുള്ളത് എന്നാണ്. റെലവൻസ് ഓഫ് ക്രിസ്റ്റൽ സ്റ്റെയറിൻ്റെ റെലവൻസ് ആണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആശയങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. ഓരോ സാധനവും എടുത്ത് പറയുന്നുണ്ട്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ അടുത്തത്
രണ്ടാമത്തെ ചോദ്യം, പോയറ്റ് അഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് ഉപയോഗിക്കുന്ന അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ്. ഡയലക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ചോദ്യം, ഡസ് ദ ഡയലക്റ്റ് ഗീവ് യു ക്ലൂ റിഗാർഡിങ് സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ സ്പീക്കർ ഇൻ ദ പോയം? ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ശ്രദ്ധിക്കണേ. അതായത് ഈ വെർണാക്കുലർ ലാംഗ്വേജ് നമുക്ക് നൽകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സംസാരിക്കുന്ന ആൾ വിദ്യാഭ്യാസം കുറവായ ആളാണെന്നോ മാത്രമല്ല അവരൊരു ഗ്രാമപ്രദേശത്തുള്ള ആളോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത്. അതുപോലെ അതിൻ്റെ ഉദാഹരണങ്ങളാണിത്. വെർണാക്കുലർ ലാംഗ്വേജിൻ്റെ ഉദാഹരണങ്ങളാണ്. ക്ലിയർ ആണല്ലോ? നൗ ഹൗ ഡസ് ദ പോയറ്റ് ഇഫക്റ്റീവ്ലി മേക്ക് യൂസ് ഓഫ് ദ ഫെമിലിയർ തിങ്സ് ആസ് വേർഡ് പിക്ചേഴ്സ് ഇമേജസ് സച്ച് എസ് ടാക്സ് സ്പ്ലിൻറ്റേഴ്സ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ്. നിങ്ങൾക്കറിയാം ഈ കാര്യങ്ങളൊക്കെ വെച്ച് എഴുതിയാൽ മതി. അതുപോലെ അതൊരു അലൂഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ബൈബിളിൽ നിന്ന് എടുത്തൊരു സ്റ്റോറിയാണ്. സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ലാഡർ അല്ലെങ്കിൽ സ്റ്റെയർ കേസ്, ജാക്കബ്സ് ലാഡർ എന്നാണ് അതുണ്ടായത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആശയങ്ങൾ കിട്ടും. വായിച്ച് നോക്കണേ. നൗ ലാങ്സ്റ്റൺ ഹ്യൂസിൻ്റെ പ്രൊഫൈൽ എഴുതാനാണ്. ചോദ്യം ഇവിടെ ഉണ്ട്. എന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അത് എഴുതണം നിങ്ങൾ. റൈറ്റ്. എന്നിട്ട് ഉത്തരമായിട്ട് കമ്പയർ ചെയ്യണം. പിന്നെ ഒരു സാമ്പിൾ അപ്രീസിയേഷനാണ്. ഇത് ക്വസ്റ്റ്യൻ ബോർഡിലുള്ളതാണ്. നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വായിച്ചു നോക്കി എഴുതിയെടുക്കാം. ഓക്കെ ഡിയേഴ്സ്. Now hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.